അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ഡി എൻ എയുടെ സ്ട്രക്ചർ, മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഡി എൻ എയുടെ സ്ട്രക്ചർ എന്താണ്, വാട്ട് ഈസ് ദ കെമിക്കൽ നേച്ചർ ഓഫ് ബയോകെമിക്കൽ നേച്ചർ ഓഫ് ഡി എൻ എ, പിന്നെ ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയലിന് പറയാൻ കാരണം എന്താണ്, എങ്ങനെയാണ് ഡി എൻ എ പാക്കേജ് ചെയ്തിരിക്കുന്നത്, പാക്കേജിങ് ഓഫ് ഡി എൻ എ, അതുപോലെ ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ, ഹൗ വി ക്യാൻ എന്താ പറയുക എക്സ്പെരിമെൻ്റലി പ്രൂവ് ദാറ്റ് ഡി എൻ എ ഇസ് എ ജനറ്റിക് മെറ്റീരിയൽ, ഹെർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്, അതുപോലെ തന്നെ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്, ദാറ്റ് ഈസ് ദർ ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ. ദെൻ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ഗ്രിഫിത്ത്സ് എക്സ്പെരിമെൻറ്റ്, ദാറ്റ് ഈസ് ഓസ്വേൾഡ് ആവറി, മക്ലിയോഡ് ആൻഡ് മക്കാർട്ടി. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓർമ്മയുണ്ടോ? ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. അതായത് ജനറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവിശേഷതകൾ എന്തെല്ലാം. ടെക്സ്റ്റിലെ സെയിം പോയിൻറ്റ്സ് ആണ് ഇതിലുണ്ടാവുക. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൺസൈസായിട്ട് കാണുന്നതാണ്. ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാം, എന്നിട്ട് നിങ്ങളത് നോക്കിയിട്ട് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. എക്സ്ട്രാ ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതി വയ്ക്കുക. ഒന്ന് നോക്കൂ, എനിക്കൊരു മറുപടി വേണം. ഇത് നിങ്ങൾക്ക് തന്നെ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാൻ പറ്റുമോ നോക്കൂ. നോട്ട് PDF തരികയല്ലേ, അപ്പോൾ അത് നോക്കിയിട്ട് അതുള്ള ഭാഗം നന്നായിട്ട് സ്ട്രെസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ. According to Hershey and Chase experiment, DNA is widely established as the genetic material. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഹെർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ചില കേസിൽ, ചില RNA വൈറസിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എവിടെയാണ് RNA വൈറസിൻ്റെ കാര്യം പറഞ്ഞത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ദാറ്റ് ഈസ് യൂഷ്വലി DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നു, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് പ്രോസസ്സ്. പക്ഷേ ചില കേസിൽ എന്ത് സംഭവിക്കും? ഈ DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നതിന് പകരം RNA-യിൽ നിന്ന് DNA ഉണ്ടാവും. അതിനാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് സെൻട്രൽ ഡോഗ്മയിൽ. അപ്പോൾ അതിൽ കണ്ടു നമ്മൾ ചില ചില വൈറസുകൾക്ക് RNA ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ടുബാക്കോ മൊസൈക്ക് വൈറസ്, TMV എന്നൊക്കെ പറയും. അതുപോലെ QB ബാക്ടീരിയോഫേജ്. ഫേജ് എന്താണെന്ന് നമുക്കറിയാം, വൈറസ് ദാറ്റ് ഇൻഫെക്ട്സ് ബാക്ടീരിയ. ഇനി അടുത്ത പറയുന്നത് വാട്ട് ആർ ദ ക്രൈറ്റീരിയ ദാറ്റ് ഷുഡ് ബി ഫുൾഫിൽഡ് ബൈ എ മോളിക്യൂൾ വിച്ച് ആക്ട്സ് ആസ് ജനറ്റിക് മെറ്റീരിയൽ. അതായത് ഒരു നല്ല ജനറ്റിക് മെറ്റീരിയലിൻ്റെ ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങൾ എന്തൊക്കെ, ഒരു നല്ല ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ആദ്യം പറയുകയാണ്. ഒന്ന് ആലോചിച്ചേ, ഇപ്പോൾ നമുക്കൊരു ലീഡറിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ടല്ലേ, കുറേ മാനദണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് 2-3 പേര് എലക്ഷന് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതായത് ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് ലീഡർ ആണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മിസ്സിനോട് പറയാൻ ഏബിളാണോ, നല്ല ഉത്തരവാദിത്വം ഉണ്ടോ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുമോ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് നോക്കി ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളെ നമ്മൾ തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഒന്ന്, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക, അല്ലെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേര് റെപ്ലിക്കേഷൻ. അതായത് റെപ്ലിക്ക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അതേപോലത്തെ ഒരു രൂപം. അപ്പോൾ അതിൻ്റെ അതേ സെയിം ഒരു സാധനത്തിൻ്റെ അതേപോലത്തെ ഒരു രൂപത്തിനെ സ്വയം ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം ജനറ്റിക് മെറ്റീരിയൽ. ആദ്യത്തെ ക്രൈറ്റീരിയ. 2, ഇറ്റ് ഷുഡ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ. അതായത് അത് കെമിക്കലിയും സ്ട്രക്ചറലിയും സ്റ്റേബിൾ ആയിരിക്കാം. ഇപ്പോൾ കെമിക്കലി സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസിൽ വേഗം പങ്കെടുക്കാൻ പാടില്ല. അതിനാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അല്ലാതെ ഒന്ന് ആലോചിക്കുക, ഒരാൾ സ്റ്റേബിൾ ആണെന്ന് പറയണമെങ്കിൽ അയാൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, അല്ലേ? വളരെ ആലോചിച്ച് എന്താ പറയുക, ഒരു സ്വഭാവത്തോടു കൂടി നിൽക്കും. ആവശ്യമില്ലാതെ റിയാക്ഷൻസിൽ പങ്കെടുക്കാൻ നിൽക്കാത്ത ആളെയാണ് നമ്മൾ സ്റ്റേബിൾ എന്ന് പറയുന്നത്. അതേപോലെയാണ് ഇവിടെ. അതായത് ഇപ്പം നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയാക്ഷൻസിൽ പങ്കെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ജനറ്റിക് മെറ്റീരിയൽ വേരി ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ വേരിയേഷൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അടുത്ത ഒരു ജനറേഷനിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ ഭയങ്കര വേരിയേഷൻ. അത് നമുക്ക് വേരിയേഷൻ നടക്കും, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ടു സം എക്സ്റ്റെൻറ്റ്, അല്ലാതെ വല്ലാണ്ട്
ചേഞ്ചസിൽ പങ്കെടുക്കുന്ന ഒരാൾ നമ്മൾ ജനറ്റിക് മെറ്റീരിയലിന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ജനറ്റിക് മെറ്റീരിയൽ മെജോറിറ്റി ഒരു കോൺസ്റ്റൻറ്റ് സ്വഭാവം കാണിക്കേണ്ട ആളാണ്. അടുത്തത് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സ്കോപ്പ് ഓഫ് സ്ലോ ചേഞ്ചസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ എവല്യൂഷൻ. നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് ഞാൻ പറഞ്ഞു വലിയ ചേഞ്ചസുകൾ വരുത്താൻ പാടില്ല, പക്ഷേ ചെറിയ ചെറിയ ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം. അങ്ങനെയാണെങ്കിലേ എവല്യൂഷൻ നടക്കുകയുള്ളൂ. വലിയ ചേഞ്ച് വന്നാൽ എന്ത് പറ്റും, നമ്മുടെ ആ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറുന്ന രീതിയിലുള്ള വലിയ വലിയ ചേഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതായത് ഒരു സ്പീഷീസ് എന്നുള്ളതിൻ്റെ നിലനിൽപ്പൊക്കെ സംശയത്തിലാവും. ഒരു സ്പീഷീസിനൊരു കോൺസ്റ്റൻറ്റ് ക്രോമസോം നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ജീൻ, ഇപ്പോൾ നമ്മൾ ജീൻ മാപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരു എന്താ പറയുക, ഓരോ ക്രോമസോമിലെയും ജീനുകളെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജീനിൻ്റെ ആ നൈട്രജൻ ബേസ് സീക്വൻസ് ഒക്കെ യുണീക്കാണ്. അത് പെട്ടെന്ന് മാറുക എന്ന് പറഞ്ഞാൽ, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരിക എപ്പോഴും വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്നാൽ ചെറിയ ചേഞ്ചസിനെ അനുവദിക്കുകയും വേണം. അതാണ് പറയുന്നത്, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ്. ചെറിയ ചേഞ്ചസിനെ അനുവദിക്കുകയും വേണം. മ്യൂട്ടേഷൻ പോലെയുള്ള ചെറിയ തോതിലുള്ള മ്യൂട്ടേഷനെ അംഗീകരിക്കണം. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ്. അതായത് അവനവൻ്റെ സ്വന്തം സ്വഭാവത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ, പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. എങ്ങനെ? ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡൽ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, ഒരു ജീൻ ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും ത്രൂ പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ അവൻ്റെ സ്വഭാവത്തിനെ എക്സിബിറ്റ് ചെയ്യാൻ, പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുള്ളൂ. ശരിക്കും ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളുടെ ജനിതക ഇൻഫർമേഷനെ, അതായത് ഒരാളുടെ ഓരോ കാര്യം, ഓരോ സ്വഭാവം, കണ്ണിൻ്റെ കളറ്, മുടിയുടെ ടെക്സ്ചർ, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കളറ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്, നമ്മുടെ ഇൻ്റലിജൻസ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന, എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ജീൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം മെൻഡേലിയൻ ക്യാരക്ടേഴ്സിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് പറയുക, ഒരു നല്ല ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ക്രൈറ്റീരിയ? ഒന്ന്, ഇറ്റ് ഷുഡ് ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക, അതിൻ്റെ സ്വന്തം റെപ്ലിക്ക, അതായത് അതുപോലത്തെ പുതിയൊരു സബ്സ്റ്റൻസിനെ, ഒരു ഓർഗാനിസം അല്ല, ഒരു സബ്സ്റ്റൻസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കാം. ഇറ്റ് ഷുഡ് കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ, കെമിക്കലിയും സ്ട്രക്ചറലിയും സ്റ്റേബിൾ ആയിരിക്കാം. വേഗം ചേഞ്ചസ് വരാൻ പാടില്ല. എന്നാൽ ചെറിയ മ്യൂട്ടേഷൻ അനുവദിക്കുകയും വേണം. ഓൾസോ ഇറ്റ് ഷുഡ് ഏബിൾ ടു എക്സ്പ്രസ്, അതായത് അവനവൻ്റെ സ്വഭാവം പ്രോട്ടീൻ പ്രൊഡക്ഷൻ വഴി പുറത്തേക്ക് കാണിക്കുന്ന ആളുമായിരിക്കാം ഒരു ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇലക്ഷനൊക്കെ എടുത്തിരിക്കുകയല്ലേ, ഇലക്ഷനാണ്. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ട ഗുണങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ ഈ 4 ഗുണങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ എന്ത് നോക്കും, ആരൊക്കെയാണ് കാൻഡിഡേറ്റ്സ് നോക്കും അല്ലേ. ഈ ഇലക്ഷനിൽ നമുക്ക് കാൻഡിഡേറ്റ്സ് ആയിട്ട് ആരാ നിൽക്കുന്നത്? RNA കുട്ടനും DNA കുട്ടനും. DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷനിൽ സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുകയോ ഇൻഡിവിജ്വൽ മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യേണ്ടത് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മുടെ കേസിലൊക്കെ ആണെങ്കിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. RNA-യുടെ കേസിലാണെങ്കിൽ, ചില RNA-യുടെ കേസിലാണെങ്കിൽ, ചില വൈറസിൻ്റെ കേസിലാണെങ്കിൽ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഇനി വരാൻ പോകുന്നത്, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ DNA RNA കമ്പയർ ചെയ്യുമ്പോൾ DNA ആണ് കൂടുതൽ നല്ല ജനറ്റിക് മെറ്റീരിയൽ. കുറച്ചും കൂടി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. വൈ? എന്തുകൊണ്ടാണ് അതിന് DNA ആണ് കുറച്ചും കൂടി നല്ലതെന്ന് പറയാൻ കാരണം? ഈവൻ ദോ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്, ഈവൻ ദോ ബോത്ത് RNA ആൻഡ് DNA functions as the genetic material, DNA is more stable for storage of genetic information than RNA. Justify the statement. എൻ്റെ അർത്ഥം എന്താ? RNA-യും DNA-യും ജനിതക മെറ്റീരിയൽ, ജനിതക സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും DNA ആണ് ജനറ്റിക് ഇൻഫർമേഷൻ, ജനിതക വിവരങ്ങൾ സൂക്ഷിക്കാൻ കുറച്ചും കൂടെ നല്ല ആൾ DNA ആണ്. എന്തുകൊണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത്, the 2 strands of DNA are complementary to each other. നമ്മൾ പറഞ്ഞതാണ് കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു സ്ട്രാൻഡിൽ ആദ്യത്തെ
നൈട്രജൻ ബേസ് അഡിനൈൻ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്, 2 സ്ട്രാൻഡ് ഉണ്ടായില്ല ഇങ്ങനെ. അപ്പോൾ ഇവിടെ അഡിനൈൻ ആണെങ്കിൽ ഇവിടെ ആ സെയിം പൊസിഷനിൽ ആരായിരിക്കും? അഡിനൈൻ ഓൾവേസ് പെയർ വിത്ത് തൈമീൻ. മനസ്സിലായോ? അതാണ് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഇനി അഡിനൈൻ കഴിഞ്ഞ് ഇവിടെ ഗ്വാനീൻ ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇപ്പുറത്ത് ആരായിരിക്കും? സൈറ്റോസിൻ. അങ്ങനെ കൃത്യമായിട്ടുള്ള ആ എന്താ പറയുക കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് അതാണ് പറയുന്നത്. അതായത് അഡിനൈൻ ആണെങ്കിൽ തൈമിൻ, ഗ്വാനിൻ ആണെങ്കിൽ സൈറ്റോസിൻ. അതാണ് കോംപ്ലിമെൻ്ററി ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സ്ട്രാൻഡും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആയിരിക്കും ആൻഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹീറ്റിംഗ് കം ടുഗെദർ ഇൻ സ്യൂട്ടബിൾ കണ്ടീഷൻ. നമുക്ക് വേണമെങ്കിൽ ഹീറ്റിംഗ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി RNAയിൽ 2' ഉണ്ട്. അത് നമ്മൾ സ്ട്രക്ചർ പറഞ്ഞതാണ്. അതായത് RNAയുടെ റൈബോസ് ഷുഗറിൻ്റെ സെക്കൻഡ് കാർബണിലെ OH എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് HOH എന്നാണ് ലിങ്കേജ് വരുന്നത്. അതേസമയം DNA ആ ഓക്സിജൻ, ഈ HOH എന്ന് പറയുന്ന സംഭവം കണ്ടോ? ഈ HOH ഇവിടെ HOH എന്ന് കാണില്ല, 2' എന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഓർമ്മയുണ്ടോ? അത് ഇങ്ങനെയാണ്. കാർബൺ ഇവിടെ ഒരു H, ഇവിടെ OH, ഇങ്ങനെയാണ് വരിക. അപ്പോൾ 2' ഇപ്പോൾ ഇതാണ് കാർബൺ എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് റൈബോസ് ഇരിക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് കാർബൺ എന്ന് പറയുന്നത്. സെക്കൻഡ് കാർബണിൽ OH എന്ന് പറയുന്നൊരു റിയാക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഈ RNA ഹൈലി റിയാക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം. നമ്മൾ പറഞ്ഞു ഒരു നല്ല ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ റിയാക്റ്റീവ് ആവണം എന്നാണ് പറഞ്ഞത്. അല്ല, നന്നായി റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത്രയും കൂടുതൽ എന്താ പറയുക റിയാക്ഷൻസിൽ പങ്കെടുക്കാൻ പാടില്ല. പക്ഷേ RNAയിൽ 2' സെക്കൻഡ് കാർബണിൽ OH ഉള്ളത് കാരണം RNA വേഗം തന്നെ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ട് തന്നെ RNA ലബൈൽ, ഈസിലി എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നത് ലബൈലാണ്. അതുപോലെ ഈസിലി ഡീഗ്രേഡബിൾ ആണെന്ന് നമുക്ക് പറയാം DNA അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇനി ദ ആബ്സെൻസ് ഓഫ് 2' ഗീവ്സ് മോർ സ്റ്റെബിലിറ്റി ആൻഡ് കെമിക്കലി ലെസ് റിയാക്റ്റീവ് നേച്ചർ ഓഫ് DNA ദാൻ RNA. നമ്മൾ പറഞ്ഞ OH ഗ്രൂപ്പ് ആരിലില്ല? DNAയിലില്ല. അതിന് പകരം അവിടെ എന്താണ്? OHന് പകരം അവിടെ H ആണ്. അതായത് കാർബണിലേക്ക് HH എന്നാണുള്ളത്, OH ഇല്ല. OH ആണ് റിയാക്റ്റീവ് ഗ്രൂപ്പ്. അതുകൊണ്ട് DNA ലെസ് റിയാക്റ്റീവ് ആണ്. OH 2' ഉള്ളത് RNAയിലാണ്. അതുകൊണ്ട് DNA അത്ര റിയാക്റ്റീവ് ഒന്നുമല്ല. അതുപോലെ തന്നെ തൈമീൻ ഇൻ പ്ലേസ് ഓഫ് യുറാസിൽ. DNAയിൽ തൈമീനാണ്, RNAയിൽ യുറാസിലാണ്. നമ്മൾ കണ്ടതാണ്. പ്യൂരിൻ പിരിമിഡിൻ കണ്ടതാണ്. TCU ആണ് പിരിമിഡിൻ ഇൻ കേസ് ഓഫ് RNA. അല്ല, TCU അല്ലല്ലോ, CU. അതായത് സൈറ്റോസിനും യുറാസിലും. അതേസമയം T എന്ന് പറഞ്ഞാൽ തൈമീൻ ഇസ് പ്രസൻറ്റ് ഇൻ കേസ് ഓഫ് DNA. അപ്പോൾ DNAയിൽ തൈമീനും RNAയിൽ യുറാസിലുമാണ്. നമ്മൾ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ തൈമീനാണ് മോർ സ്റ്റേബിൾ ദാൻ യുറാസിൽ. DNAയിലുള്ള തൈമീനാണ് RNAയിലുള്ള യുറാസിലിനേക്കാൾ കുറച്ചും കൂടി സ്റ്റേബിൾ. അപ്പോൾ നോക്കിയേ, ഇത്രയും പോയിൻറ്റ്സ് പറയുമ്പോഴും ആരാണ് കുറച്ചും കൂടെ മിടുക്കനായിട്ട് നിൽക്കുന്നത്? ക്രൈറ്റീരിയ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും? RNA ആണോ DNA ആണോ? DNA. നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാരണങ്ങൾ? 2' എന്ന് പറയുന്ന സംഭവം ഇല്ല. അതുപോലെ തന്നെ തൈമീൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ യുറാസിൽ. ഇനി അപ്പോൾ ആ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടോ? ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ള പോയിന്റ്. ഈ പോയിന്റ് കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരാ? സെക്കൻഡ് പോയിന്റ് കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് DNA ആണ്. അതേസമയം ബാക്കി എല്ലാ പോയിന്റ്സും ഏകദേശം ബാക്കി എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്നവരാ. അതായത് ഏബിൾ ടു റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNAയും DNA റെപ്ലിക്കേറ്റ് ചെയ്യും. ഇനി ഇറ്റ് ഷുഡ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNA ആണ് ലെസ് സ്റ്റേബിൾ ദാൻ DNA. അടുത്തത് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ എവല്യൂഷൻ. ഈ സ്ലോ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ RNAയും DNAയും ചേഞ്ചുകൾക്ക് വിധേയമാവും. അപ്പോൾ അതുകൊണ്ട് ആ ക്യാരക്ടറും രണ്ടുപേരും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആദ്യം പറഞ്ഞ ക്യാരക്ടർ രണ്ടുപേരും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഏതാ ആദ്യം പറഞ്ഞത്?
റെപ്ലിക്ക ജനറേഷൻ. ഇനി രണ്ടാമത്തത് കെമിക്കൽ ആൻഡ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി. അത് കൂടുതൽ ഉള്ളത് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് ആർക്കാണ്? സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് DNA-ക്കാണ്. അപ്പോൾ രണ്ടാമത്തെ ക്രൈറ്റീരിയ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് DNA ആണ്. ഇനി അതുപോലെ തൈമിൻ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് കാരണം 2'OH ആബ്സെൻസും DNA-യിൽ 2'OH ഇല്ല. അതുപോലെ തന്നെ തൈമിൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ യുറാസിൽ. ഇനി മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടില്ല നമ്മൾ നേരത്തെ, ഇറ്റ് ഷുഡ് ഏബിൾ ടു മ്യൂട്ടേറ്റ്. ആ മ്യൂട്ടേറ്റ് എന്നുള്ള പോയിന്റ് രണ്ടുപേരും ഈക്വലി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് RNA മ്യൂട്ടേഷനിൽ പങ്കെടുക്കാം, DNA മ്യൂട്ടേഷനിൽ പങ്കെടുക്കാം. RNA DNA മ്യൂട്ടേഷനിൽ പങ്കെടുക്കാം. അപ്പോൾ ആ ക്യാരക്ടറും ആരാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? രണ്ടുപേരും സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ഈ 4 ക്യാരക്ടർ കൺസിഡർ ചെയ്തതിൽ ജനറേറ്റ് റെപ്ലിക്ക എന്ന് പറയുന്നത് DNA RNA ഓക്കെ രണ്ടുപേരും റെപ്ലിക്ക ജനറേഷൻ നടത്തും. ഇനി സ്ലോ ചേഞ്ചസ് മ്യൂട്ടേഷൻ അതും രണ്ടുപേരും നടത്തും. DNA RNA മ്യൂട്ടേറ്റ് ചെയ്യും. ഇനി എക്സ്പ്രസ് ചെയ്യുക പ്രോട്ടീൻ സിന്തസിൽ പങ്കെടുക്കുക അതും രണ്ടുപേരും പ്രോട്ടീൻ സിന്തസിൽ, അതായത് DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്നു, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. അപ്പോൾ ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നതും രണ്ടുപേരും ചെയ്യുന്ന കാര്യമാണ്. ഒരു കാര്യത്തിലാണ് രണ്ടുപേരും തമ്മിൽ വ്യത്യാസം. ഏതാ? സ്റ്റെബിലിറ്റി കൂടുതൽ കാണിക്കുന്നത് DNA ആണ്. ആ ഒരൊറ്റ കാരണമാണ് ശക്തമായ കാരണം. അതുകൊണ്ടാണ് DNA ആണ് നല്ല ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമ്മൾ പറയുന്നത്. The presence of thymine at place of uracil gives additional stability to the DNA. ഈ പറയുന്ന 4 പോയിന്റ്സ് ഇല്ലേ, ഈ പറയുന്ന 4 പോയിന്റ്സ് നിങ്ങൾ ടെക്സ്റ്റിൽ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ എഴുതിയെടുക്കൊന്നും വേണ്ട. അതേസമയം ഈ പറയുന്ന നെക്സ്റ്റ് പറയുന്ന പോയിന്റ്സ് ഇല്ലേ, നെക്സ്റ്റ് പറയുന്ന പോയിന്റ്സ് ടെക്സ്റ്റിൽ കാര്യമായിട്ട് ഇല്ല. നിങ്ങൾ ടെക്സ്റ്റിൽ കാര്യമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പോയിന്റ് വൈസ് ഇല്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ സൈഡിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ പോയിന്റ്സ് മാത്രമായിട്ട് ടെക്സ്റ്റിൽ നോക്കി അണ്ടർലൈൻ ചെയ്യുക. സൈഡിൽ എഴുതി വയ്ക്കുന്നതാണ് നല്ലത്. ഇത് ചോദിക്കാറുണ്ട്. അതായത് RNA-യും DNA-യും ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിലും മോർ ഫേവറബിൾ DNA ആണ് എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരമാണ് ഈ 5 കൂടി ഉള്ളത് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് RNA വേൾഡ് എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ RNA വേൾഡ് എന്ന് തന്നെയാണ് ഹെഡിങ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കില്ലേ, അതുപോലെ RNA ആണോ DNA ആണോ ആദ്യം ഉണ്ടായത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളൊരു ലൈവ് സെഷനാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ഐഡിയാസും കൂടെ എനിക്ക് കിട്ടിയേനെ. ഇതിപ്പോൾ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടോണ്ടിരിക്കേണ്ടി വരികയാണ്. RNA വേൾഡിൽ പറയുന്നത് RNA ആണ് ഫസ്റ്റ് ഉണ്ടായ ജനറ്റിക് മെറ്റീരിയൽ. എന്തുകൊണ്ട്? ഒരു സിമ്പിൾ ലോജിക്കൽ ആൻസർ ആലോചിച്ച് നോക്കുക. RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ് അല്ലേ? RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അതേസമയം DNA-യോ ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ആദ്യം ഒരു സ്ട്രാൻഡ് ഉണ്ടാക്കിയിട്ടല്ലേ 2 സ്ട്രാൻഡ് ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു സിമ്പിൾ ലോജിക്കൽ ആലോചിച്ച് നോക്ക്. അപ്പോൾ ആരായിരിക്കും ഫസ്റ്റ് ഉണ്ടായത്? RNA ആയിരിക്കും. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ലോജിക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. RNA ആണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു DNA-ക്ക് ആകപ്പാടെ ഒരു ഫങ്ഷനേ ഉള്ളൂ. എന്താ? ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ. ബട്ട് RNA ഹാസ് മെനി അതർ ഫങ്ഷൻസ്. ഏതൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ കണ്ടതാണ്. RNA ആക്ട്സ് ആസ് കാറ്റലിസ്റ്റ്, RNA ആക്ട്സ് ആസ് അഡാപ്റ്റർ, അതുപോലെ RNA ആക്ട്സ് ആസ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. RNA ഹെൽപ്സ് ഇൻ ദ സ്ട്രക്ചറൽ ഫോർമേഷൻ. ഏതാ? റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്ന RNA കൊണ്ടാണ്. അങ്ങനെ RNA-ക്ക് കുറേ അധികം ഫങ്ഷൻസ് ഉണ്ട്. ജനറ്റിക് മെറ്റീരിയലായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു പണി മാത്രമല്ല. പക്ഷേ DNA-ക്ക് ഒരു പണിയുള്ളൂ, ജനറ്റിക് മെറ്റീരിയലായിട്ട് ഇരിക്കുക. അപ്പോൾ ആദ്യം ഉണ്ടായത് ആരായിരിക്കും? നമുക്ക് കുറേ പണിയുണ്ടെന്ന് വിചാരിക്കുക. നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കല്ലേ, അല്ലെങ്കിൽ നേരത്തെ വന്ന ആൾക്കല്ലേ കൂടുതൽ പണി കൊടുക്കുകയുള്ളൂ. വേണ്ട, ഒരു വീട്ടിൽ ചേച്ചി അനിയത്തി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാർ പണി കൂടുതൽ തരുന്നത് ചേച്ചിമാർക്കായിരിക്കും അല്ലേ? കുറച്ചും കൂടെ പ്രായമുണ്ട്, കുറച്ചും കൂടെ ബോധമുണ്ട്. ആദ്യം ആ ഒരു മുൻഗണന
അത് നിങ്ങൾക്ക് മുൻഗണന അല്ലെങ്കിലും. അപ്പോൾ അതുപോലെ RNA ആണ് ഫസ്റ്റ് ഉണ്ടായത്, അതുകൊണ്ട് RNAക്ക് കുറേ പണിയുണ്ട്, അങ്ങനെ വിചാരിച്ചോ. ഇതൊക്കെ ലോജിക്കായതുകൊണ്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കേട്ടോ, അല്ലാതെ ഇതൊന്നും എഴുതി വയ്ക്കരുത്. അതായത് RNA വീട്ടിൽ RNA ആണ് മൂത്തതെന്ന് എഴുതി വയ്ക്കരുത്. RNA ഫസ്റ്റ് ഫോംഡ് ആണ്. അപ്പോൾ RNAക്ക് ധാരാളം ഫങ്ഷൻസ് ഉണ്ട് ഇൻ അഡീഷൻ ടു ആക്ടിങ് ആസ് ജനറ്റിക് മെറ്റീരിയൽ. ആ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതണം. കുറേ ലൈഫ് പ്രോസസ്സിന് RNA ആവശ്യമാണ്. ആക്സസ് ജനറ്റിക് മെറ്റീരിയൽ, ആക്സസ് കാറ്റലിസ്റ്റ്, കുറേയൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ആക്സസ് ജനറ്റിക് മെറ്റീരിയൽ, അതുപോലെ എന്താ ആക്സസ് കാറ്റലിസ്റ്റ്. അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് റിയാക്റ്റീവാണ്, അൺസ്റ്റേബിളാണ്. അപ്പോൾ DNA ഇവോൾവ് ചെയ്തത് RNAയിൽ നിന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. DNA has evolved from RNA with chemical modification that makes it more stable. അപ്പോൾ RNAയിൽ നിന്ന് കൂടുതൽ മോഡിഫിക്കേഷനോട് കൂടി, അതായത് RNA DNA ആയിട്ട് മാറുമ്പോൾ മോഡിഫിക്കേഷൻസ് ആണ് ധാരാളം വന്നിരിക്കുന്നത്. എന്താ ഉണ്ടായിരിക്കുന്നത്? സിംഗിൾ സ്ട്രാൻഡ് ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് മാറി. അതുപോലെ യുറാസിലും തൈമീനും നോക്കിക്കഴിഞ്ഞാൽ തൈമീനാണ് മോർ സ്റ്റേബിൾ. ഈ തൈമീനും യുറാസിലും എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. അതായത് തൈമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-methyl യുറാസിലാണ് തൈമീൻ. യുറാസിലിന് ഒരു 5th കാർബണിൽ ഒരു മെഥിലേഷൻ മീഥൈൽ ഗ്രൂപ്പ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്താൽ അത് തൈമീനായിട്ട് മാറും. അപ്പോൾ തൈമീൻ ഇസ് മോർ സ്റ്റേബിൾ ദാൻ. അപ്പോൾ യുറാസിൽ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തി തൈമീനായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാ തരത്തിൽ നോക്കിയാലും അതുപോലെ സിംഗിൾ സ്ട്രാൻഡഡ് ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് മാറി. ഒരു വടി ഓടിക്കാനാണോ 2 വടി ഒരുമിച്ച് നിൽക്കുന്ന ഓടിക്കുക? ഇങ്ങനെ 2 വടി ഒരുമിച്ച് നിൽക്കുന്ന ഓടിക്കാനാണോ അതോ ഒരു വടി നിൽക്കുന്ന ഓടിക്കാനാണോ ബുദ്ധിമുട്ട്? 2 വടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ എങ്ങനെ ഏത് കേസിൽ നോക്കിയാലും RNAയിൽ നിന്ന് സ്ട്രക്ചറൽ മോഡിഫിക്കേഷനിലേക്കുള്ള യാത്രയിൽ DNA ഉണ്ടായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? അതുകൊണ്ട് DNA is evolved from RNA with chemical modification. സിംഗിൾ സ്ട്രാൻഡഡ് ഡബിൾ സ്ട്രാൻഡഡ് ആയി. ഡബിൾ സ്ട്രാൻഡഡ് ആയപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ DNA വരയ്ക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നൈട്രജൻ ബേസ് വരയ്ക്കുക. ഈ നൈട്രജൻ ബേസിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 above the other. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരെണ്ണത്തിന് തൊട്ട് മുകളിലാണ് വരുന്നത്. ദാറ്റ് ഗീവ്സ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ മോഡിഫിക്കേഷനും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനുള്ള ഓരോ മാർഗങ്ങളാണ്. അതാണ് പറയുന്നത്. DNA has evolved from RNA with chemical modification that make it more stable. ഇത്രയുമാണ് RNAയുടെ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് RNA ആണോ DNA ആണോ നല്ല ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയലിൻ്റെ ക്രൈറ്റീരിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയൊക്കെ ആയിരിക്കണം? മ്യൂട്ടേറ്റ് ചെയ്യണം, റെപ്ലിക്കേഷൻ ചെയ്യണം, എന്നാൽ വേഗം ചേഞ്ചസ് നടത്താൻ പാടില്ല. അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യണം, മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ക്യാരക്ടേഴ്സായിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഇതൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ എല്ലാ ക്രൈറ്റീരിയയും RNAയും DNAയും ഒരുപോലെ സാറ്റിസ്ഫൈ എങ്കിലും സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ക്രൈറ്റീരിയ DNA ആണ് സാറ്റിസ്ഫൈ ചെയ്യുക. കാരണം DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന്. എന്തുകൊണ്ടാണ് DNA മോർ സ്റ്റേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതണം. 2-OH is present in RNA while it is absent in DNA. Absence of 2-OH gives more stability and chemically less reactive nature to DNA. അതുപോലെ തന്നെ presence of thymine in place of uracil gives additional stability. പിന്നെ നിങ്ങൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്, അത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പ്ലെയിൻ ഓഫ് ബേസ് സ്റ്റാക്കിംഗ് ഈസ് എക്സാക്ട്ലി 1 over the other. ഈ കാരണങ്ങളാൽ, ഈ പറഞ്ഞ 4 കാരണങ്ങൾ, ഇതല്ലാതെ ഈ 2-OHും തൈമീൻ്റെ കാര്യവും അല്ലാതെ 2 കാര്യങ്ങളും കൂടിയുണ്ട്. അതും കൂടി എഴുതണം. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണെന്നുള്ളതും ആ ബേസ് സ്റ്റോക്കിങ്ങിൻ്റെ പ്ലെയിൻ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്നത് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. അത് ചോദിക്കാറുണ്ട്. പിന്നെ RNA വോൾട്ട്. RNA ആണ് ആദ്യമായിട്ടുണ്ടായത്. DNA അപേക്ഷിച്ച് എന്തുകൊണ്ട്? DNAക്ക് ആണെങ്കിൽ ആകെ ഒരു പണിയേ ഉള്ളൂ, ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുക. DNA ക്കാണെങ്കിൽ വേറെ കുറേ പണികളുണ്ട്. അപ്പോൾ
RNAക്ക് കുറേ പണികളുണ്ട്. DNA ആണെങ്കിൽ ആകെ ഒരു പണിയേ ഉള്ളൂ. RNAക്കാണെങ്കിൽ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യണം, റൈബോസോമിനെ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ട്രാൻസ്ഫർ RNA ആയിട്ട് ആക്ട് ചെയ്യണം, അഡാപ്റ്ററായിട്ട് ആക്ട് ചെയ്യണം, കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യണം. ഇങ്ങനെ കുറേ ഫങ്ഷൻസ് RNAക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് RNA ആണ് ഫസ്റ്റ് ഫോംഡ് ജനറ്റിക് മെറ്റീരിയൽ കമ്പയർഡ് ടു DNA. RNA undergoes chemical modification to attain structural stability and forms DNA എന്നാണ് RNA വേൾഡിൽ പറയുന്നത്. ഇത്രയുമാണ് എന്ത് പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA വേഴ്സസ് RNA. DNA ആണോ RNA ആണോ എന്നുള്ളതിൽ അതിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ.